തമ്പുരാട്ടി ഇവിടെ ഉണ്ടായാ? ആ ഉണ്ടായി. എനിക്ക് ഈയിടെയായിട്ട് ജാട കുറച്ച് കൂടുണ്ട് കേട്ടാ. നന്നായി. നിന്നെ അമ്മ അന്വേഷിക്കുന്നു. കലിപ്പിലാണോ? എനിക്ക് മേടിക്കാനൊക്കെ പോയി മേടിച്ചിട്ട് എന്നാ മിണ്ടാണ്ടിരി, ഞാൻ പൊക്കോളാം. ആറി തള്ളി. ഡാ 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 ഞാനിപ്പോൾ അമ്മേനെ പറ്റി ശ്രീകുട്ടിയോട് പറഞ്ഞുള്ളൂ. അമ്മയ്ക്ക് സുഖല്ലേ? അല്ല, അവൻ എണീറ്റില്ലേ? അവനെങ്ങനെ എണീക്കാനാ? ഇന്നലെ നീയല്ലേ അവനെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എപ്പോഴാണ് തിരിച്ചു വന്നേന്നറിയോ? പുലർച്ചെ 3 മണിക്ക്. അമ്മ ചുമ്മാ നുണ പറയല്ലേട്ടാ. 2:30 അപ്പോൾ കറക്റ്റ് സമയം അറിയാം. എടാ, നിങ്ങൾ എവിടെയായിരുന്നു ഇന്നലെ? വെള്ളോടി വല്ലതുമായിരുന്നോ? അമ്മ വെള്ളോടിയൊന്നും അല്ലായിരുന്നു. അമ്മ വല്ല കഞ്ചാവുമായിരിക്കും. ശ്രീകുട്ടി വായ തോന്നിയൊന്നും പറയരുതാ. അമ്മ കഞ്ചാവ് ഞാൻ കണ്ടിട്ട് കൂടിയില്ല. സത്യം പറ, ഇന്നലെ എന്നാ എവിടെയായിരുന്നു? സത്യം പറയട്ടെ, ഞങ്ങൾ വിജയുടെ പടത്തിന് പോയതാ. അമ്മയുടെ മോനെ ഫസ്റ്റ് പടം കണ്ടെങ്കിൽ ഉറക്കം വരില്ലല്ലോ. അതിൻ്റെ ഉറക്കാണ് ഇപ്പോൾ ഉറങ്ങി തീർക്കുന്നത്. എടാ, നിങ്ങൾക്ക് ഇതൊക്കെ പകല് കാണാൻ പോയിരുന്നോ? അതിന് അമ്മയുടെ മോനെ പോലെ ഞാൻ വീട്ടിൽ ചൊറി കുത്തി വെറുതെ ഇരിക്കല്ലല്ല. ഞാൻ 65,000 രൂപ എണ്ണി ശമ്പളം വാങ്ങിക്കണ ബാങ്ക് ഉദ്യോഗസ്ഥനാ. ബാങ്ക് ഉദ്യോഗസ്ഥ അമ്മയുടെ കയ്യിൽ നിന്ന് 500 രൂപ പെട്രോൾ അടിക്കാനാന്നും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയില്ലേ? അതിന് തന്നേക്കണേ. അമ്മയുടെ ഗൂഗിൾ പേ ഉണ്ടോ? എൻ്റെ കയ്യിലൊന്നുമില്ല. അതാണ് ഞാൻ തരാതെ. എൻ്റെ ബാങ്കിൽ ഒത്തിരി പൈസ ഉണ്ടെങ്കിലും ലിക്വിഡ് ക്യാഷ് ആയിട്ടില്ല. GP എൻ്റെ ഉണ്ടല്ലോ, എൻ്റെ കിട്ടോ? നിനക്കല്ലല്ലേ ഞാൻ പൈസ തരാനുള്ള, അമ്മയ്ക്കല്ലേ. അമ്മയ്ക്ക് ഞാൻ കൊടുത്തോളാം കേട്ടാ. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കും. നല്ലേ പഴങ്കഞ്ഞിയില്ലേ കപ്പപ്പുഴുക്കൊക്കെ ഇട്ട് മീൻകറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് അത് ഇപ്പം അവൾക്ക് അങ്ങോട്ട് കൊടുത്തതേ ഉള്ളൂ. ഈ പഴങ്കഞ്ഞി മീനൊക്കെ വെട്ടി വിഴുങ്ങി ഉണ്ട പോലെ ഇട്ട് നിന്നെ കെട്ടാനൊന്നും ഒരുത്തനും വരൂലടി. അത് ഞാൻ സഹിച്ചു. ഇട് അൽഫാം ഇട്. ഞാൻ വാങ്ങിച്ചെന്ന് അൽഫാം ഇട്. ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് കിട്ടിരും കേട്ടാ. അമ്മ അടുപ്പത്ത് തിളച്ചോണ്ടിരിക്കില്ലേ? അമ്മലേ, എടാ അമ്മലേ, എണീറ്റടാ. ശരി, ഇവിടെ ഫോണും കളിച്ചോണ്ടിരിക്കേ. എടാ റൂമിന്റെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ്. രാവിലെ തന്നെ അമ്മയുടെ മുന്നിൽ പോയ മൂളി വളർന്ന എന്നാത്തിനാ? ഞാൻ ചെറുതായിട്ട് മുന്നിൽ പോയി നിന്നായിരുന്നു. കിട്ടിയല്ലേ? എന്നിട്ട് എന്തോ പറഞ്ഞു? നിന്റെ അമ്മയോട് ഞാനാ നിന്നെ ചെയ്തേക്കണേന്ന്. കാര്യമല്ലേ? കാര്യമാണോ? സീറ്റുണ്ടോ? ഇതന്നെ പറഞ്ഞേ. എടാ നിനക്ക് വിശക്കണമൊന്നുമില്ലേ? എടാ പഴവും ബിസ്ക്കറ്റും. നീ എന്താ പ്രസവിച്ച് കിടക്കണം? പ്രസവിച്ച് കിടക്കണമെന്നല്ല, ഒരു ചായ കുടിക്കാൻ പോയാൽ 4 ചീത്തയാണ് വിളിക്കുന്നത്. ഇതാകുമ്പോൾ ഇവിടെ കൊണ്ടുവച്ചാൽ എപ്പോൾ വേണേലും തിന്നും. ഞാനതാ. അല്ല, ജോലിക്കും പണിക്കൊന്നും പോണ്ടേ? എടാ നീ സെക്കൻഡ് സാലറി അവധിയാണ്. ഓ അവധിയാ. ഞാനെന്നാ മോൻ കേട്ടോ പുതിയ പടം ഇറങ്ങിയിട്ട് പോയി കണ്ടിട്ട് വരാം. പടമൊന്നുമല്ല, ഞാൻ നിനക്ക് വേറെ 2 പടം കാണിച്ചു തരാം. എന്താ ഇത് നോക്കിയേ. നീ ഇത് ആ വിചാരം മാത്രമല്ല വണ്ടാരുടെ ഇത് നോക്ക്. ഓ ലൈനല്ലേ? ലൈനൊന്നല്ല, വീട്ടിൽ പെണ്ണാലോചിച്ച് തുടങ്ങി. ഇത് അച്ഛൻ പറഞ്ഞിട്ട് ബ്രോക്കർ അയച്ചു തന്ന ഫോട്ടോസാ. നീ നോക്കി. എന്താടാ പെണ്ണ് കൊള്ളാം. കൊള്ളാല്ലേ? പക്ഷേ ഈ അറേഞ്ച് മാരേജ് ആണ് എനിക്കങ്ങോട്ട്. അതിനിപ്പോൾ എന്താ? അതിനിപ്പോൾ എന്താന്നാ? എടാ ഈ പിടിച്ച പാവം പെൺപിള്ളേർ ആരിലൊക്കെ പ്രേമത്തിലാവുമ്പോൾ വീട്ടുകാർ പിടിച്ചുകൊണ്ട് വന്ന് ഫോഴ്സ് ചെയ്ത് ഇങ്ങനെയുള്ള മണ്ടൻ മറുതലെ കെട്ടിവെച്ച് കൊടുക്കും. മണ്ടനല്ല, എടാ ആരുടെയിലൊക്കെ തലയിൽ അങ്ങ് കെട്ടിവെച്ച് കൊടുക്കും. വെറുതെ എന്തിനാടാ ഈ പാവങ്ങളെയൊക്കെ കണ്ണുകൾ നീ കാണുന്നത്? ശരിയാവും. അങ്ങനെയാണിപ്പോൾ എനിക്കെന്തായാലും. നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും പെണ്ണിനെ അങ്ങ് പ്രേമിച്ച് മനസ്സിലാക്കി അതങ്ങോട്ട് സെറ്റ് ആവണേ വീട്ടിലോട്ടൊരു ബ്രോക്കറിനെ അങ്ങോട്ട് വിടണം. എന്നിട്ട് ഇത് അറേഞ്ച് മാരേജ് സെറ്റപ്പ് നടത്താണ് ഏത്? അത് നല്ലൊരു ഐഡിയ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറ്റിയൊരു പെണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ റേഷൻ കട നടത്തുന്ന കുര്യാക്കോസ് ഇടുന്നില്ലേ, പുള്ളിയുടെ മോള് നാൻസി. അടിപൊളിയല്ലേ? ഏത് റീൽ നാൻസിയാ? എടാ നീ അവിടെ റീൽസ് വല്ലതും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എടാ എന്നെക്കാളിലും ചെറിയ നിക്കറ് വിട്ടിട്ട് തമിഴന്മാരുടെ കൂടെ കട്ടിപ്പൊടിടാ റീൽസ് ചെയ്യണം അവളാ. തമിഴന്മാർ അവളെ വിളിക്കുന്നത് അക്ക ഉയരുന്നു. അയ്യോ, റീൽസ് ചെയ്യണ അക്കമാരൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ
അല്ലെങ്കിൽ മറ്റേ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വീടുള്ള റിയല്ലേ, അവള് എങ്ങനെയുണ്ട്? ഏത് സ്റ്റേഷൻ റിയ? ആ അവളെ അങ്ങനെ ഇപ്പം നാട്ടിൽ പറഞ്ഞു. എടാ നിനക്ക് ഈ റിയയും ഇതൊക്കെയുള്ളൂ, വേറെ നല്ലതൊന്നും കിട്ടാനില്ലേ? ചേട്ടാ നീ പറയുമ്പോഴല്ലേ ഇതൊക്കെ ഞാൻ അറിയണത്. പക്ഷെ എന്തായാലും എനിക്ക് പെണ്ണ് കിട്ടണം. 65,000 രൂപ ശമ്പളം വാങ്ങണ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ ഞാൻ. ഈ 65,000 എല്ലാവരുടെ അടുത്ത് ഉണ്ടാക്കുന്ന പോലെ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ നിൽക്കണ്ട. നിനക്ക് 65,000 നീ കൈവച്ചോ, അമ്മയുടെ 2 ജിമിക്ക് വിറ്റാലേ ഈ 65,000 എൻ്റെ പോക്കറ്റിലും വരും. നീ അത് വിട്. പിന്നെ ഞാനാരാ നിൻ്റെ? നീ എൻ്റെ നൻപൻ കൂട്ടുകാരനാണോ? അപ്പം നിനക്ക് പറ്റിയൊരു പെണ്ണ് സെറ്റാക്കി തരാൻ എനിക്കറിയാം. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, കൂളായിട്ടിരിക്കും. സിനിമയ്ക്ക് പോലെ സിനിമയ്ക്ക് ഞാൻ പോണ വീട്ടിൽ പോകണം. ഡാ കഞ്ഞി കുടിച്ചിട്ട് പോടാ. ഓ വേണ്ട, നിൻ്റെ പെങ്ങളെ ചൂടുവെള്ളം കുരു ഒഴിക്കും. എൻ്റെ പഴം എനിക്ക് വേണ്ട. അങ്ങോട്ട് പോകണ്ട, പണി കിട്ടും. അങ്ങോട്ട് പോവാം. എൻ്റെ കൂടെ ഇത്ര നാളെ തന്നെ അവന് സ്റ്റേഷനറി അറിയത്തില്ല. ഭാഗം ഇനി ഇവന് പറ്റിയൊരു പെണ്ണിനെ ഞാൻ തന്നെ ഒന്ന് സെറ്റ് ചെയ്യും. അമ്മേ, നീ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ ചുമ്മാ ഇരുന്നേ, ഞാനിത് വായിക്കും. കേക്ക് പറഞ്ഞു. ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ ഇതങ്ങോട്ട് വെക്ക്. എന്തുവാടാ? ഒരു സീരിയസ് കാര്യം പറയാൻ വന്നല്ലേ? എൻ്റെ പൊന്നുവനെ, പൈസക്കാണെങ്കിൽ എൻ്റെ ഇല്ല. ഉള്ളത് ഇന്ന് രാവിലെ എടുത്ത് മീൻ വാങ്ങിച്ചു. പൈസ ഒന്നും അല്ല, പിന്നെന്തുവാ? ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഇല്ലേ, നമ്മുടെ കൊച്ചിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ശ്രീകുട്ടിക്ക് എന്താ പറ്റിയേ? അല്ല അവക്കിപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞല്ല, പോരാത്തതിന് ജോലിയുമായി. അതെ, ജോലിയായി. അടുത്തത് കല്യാണമാണല്ലേ? അതെ, കല്യാണമാണ്. അതിനെ പറ്റിയൊരു ചെറുക്കൻ എൻ്റെ കയ്യിലുണ്ട്. ആരാടാ? അതൊക്കെ ഉണ്ട്. പറയടാ, ആരാ? അമ്മ അവളെ കൂടെ ഒന്ന് വിളിക്കും. നീ ആരാന്നാദ്യം? ഞാൻ പറയാം, അവളെ വിളിക്കും. മോളെ ശ്രീകുട്ടി. ആമാ, ഇവനിതാ നിന്റെ കല്യാണക്കാരിയൊക്കെ പറയുന്നു. കല്യാണോ? ഞാൻ നിനക്കൊരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ടടി. ആരാണാവോ? വിഷ്ണു. വിഷ്ണുവോ? നമ്മുടെ വിഷ്ണു? അതെന്തേ? ഒന്ന് പോയടപ്പാ. എടി അവൻ എന്താടി ഒരു കുഴപ്പം? ബാങ്കിൽ നല്ല ജോലി, മാസം 10,000 രൂപ സാലറി, പോരാത്തതിന് നല്ല സ്വഭാവം. പിന്നെ നമ്മുടെ ഈ കുടുംബത്തിന് ഇത്ര അടുത്ത് അറിയാവുന്ന ഒരു ബന്ധം വേറെ കിട്ടുമോ? എനിക്ക് പറ്റൂല. ഏട്ടന്റെ കൂട്ടുകാരനെ ഏട്ടനായിട്ട് കാണാൻ മാത്രം ഞാൻ പഠിച്ചിട്ടുള്ളൂ. കഷ്ടമുണ്ടമ്മോ? മോളെ പറയുന്നതിൽ കാര്യമുണ്ടടി. അങ്ങനെ തോന്നിയില്ലേ? ഞാനതാ പറഞ്ഞത്. എടി, നീ അവനെ കല്യാണം കഴിക്കുന്നെങ്കിൽ എനിക്ക് ദൂരെയൊന്നും വരണ്ട. 2 വീട് അപ്പുറത്തല്ലേ. അമ്മ ഒന്നുമില്ല, ഇത് നല്ല ബന്ധം. രണ്ടുപേരും കൂടെ അപ്പൊ തുറപ്പിച്ചോട്ടാണ്. ഏതാണ്ട് എനിക്കൊന്ന് ആലോചിക്കാനുണ്ട്. ആലോചിച്ചോ, നിന്റെ ലൈഫല്ലേ, നീ സമയം എടുത്ത് ആലോചിച്ചോ. ആയിക്കോട്ടെ. അവിടെ സമ്മതിക്കാമേ. എന്നാലും നമ്മുടെ കുടുംബത്തോട് മോന് ഇത്ര ഉത്തരവാദിത്വം ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നടാ. മോനമ്മ ഒരു ചായ എടുക്കട്ടെ? വേണ്ട, നീ ചായ എടുത്തോണ്ട് വരാം. അല്ല ഇനി ഉണ്ടല്ല, അവൻ്റെ കൂടെ മറുപടി നമുക്കറിയണമല്ലോ. ഞാൻ അവനോട് ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കട്ടെ. ശരി, നമ്മൾ ചെന്നിട്ട്. എടാ എന്നാലും അവള് എൻ്റെ അനിയത്തിയാണ്, അത് നിനക്കറിയാലോ. ആ പക്ഷേ ഇപ്പൊ ജോലി ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഇത് നല്ലൊരു കാര്യമാണ്. എടാ എന്നാലും ശ്രീകുട്ടി സ്വഭാവം. എടാ ഞാനൊന്ന് പറയട്ടെ. എടാ ശ്രീകുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ അവളെ എൻ്റെ ചിഹ്നമായിട്ടല്ലേ കണ്ടേക്കണേ. ആണല്ല, ഇത് തന്നെയാണ് അവളോട് ചോദിച്ചപ്പോഴും നിന്നെപ്പറ്റി പറഞ്ഞത്. പിന്നെ ഞാനും അമ്മയൊക്കെ ഇടപെട്ടിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലൊരു എത്തിയത്. പിന്നെ അല്ലെ നീ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു കല്യാണം നടന്ന നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്താ, നമ്മൾ ഫാമിലിയാ. പിന്നെ നിനക്ക് സിനിമയ്ക്ക് പോകാൻ ഒന്നിനും നിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാണ്. അതാണ്. അങ്ങനെയാണ് എനിക്ക് ഓക്കെ ആണല്ലേ? ഓക്കെ ആണല്ലേ? ആ എനിക്ക് ഓക്കെ അല്ല. അതെന്താ ഓക്കെ അല്ലാത്ത? അത് അമ്മ ഏട്ടനോട് തീരുമാനമാണ്. എൻ്റെ അഭിപ്രായം ആരും ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ വേറെ ആളിട്ട് ഇഷ്ടത്തിലാണ്. കെട്ടുവാണെങ്കിൽ ഞാൻ അയാളെ മാത്രമേ കെട്ടുള്ളൂ.